നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനുള്ള വിഷയം എന്തെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 21ാം ഗഡു എപ്പോൾ ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. കർഷകർക്ക് ഏറെ സഹായകമായിരുന്ന ഈ പദ്ധതി ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അടുത്ത 2000 രൂപ എപ്പോഴാണ് അക്കൗണ്ടിൽ എത്തുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. 2025 ഓഗസ്റ്റ് 2 വാരാണസിയിൽ നിന്ന് പ്രധാനമന്ത്രി മോദി 20ാം ഗഡു പുറത്തിറക്കി. അന്ന് മാത്രം 9.71 കോടി കർഷകർക്ക് 20,500 കോടിയിലധികം രൂപ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ബീഹാറിൽ മാത്രം 75 ലക്ഷം കർഷകർക്ക് ഇത് പ്രയോജനം ലഭിച്ചു. അതായത് പദ്ധതി വളരെ വലിയ സ്കെയിലിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അറിയേണ്ടത് 21ാം ഗഡു എപ്പോഴാണെന്നാണ്. സർക്കാർ സാധാരണയായി ഗഡു ഓഗസ്റ്റ് നവംബർ മാസങ്ങളിൽ റിലീസ് ചെയ്യാറുണ്ട്. ഈ വർഷം ഒക്ടോബർ 20 ദീപാവലി വരുന്നതിനാൽ ദീപാവലിക്ക് മുൻപോ അതിന് ചേർന്ന സമയത്തോ തുക ലഭിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. സർക്കാരിന് വേണ്ടത് കർഷകർക്ക് ഉത്സവത്തിന് മുൻപ് ആശ്വാസം നൽകുക എന്നതാണ്. അതിനാൽ ഒക്ടോബർ ആദ്യ പകുതിയിൽ തന്നെ പണമെത്താൻ സാധ്യത കൂടുതലാണ്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ സെപ്റ്റംബർ അവസാനം പ്രഖ്യാപിക്കും. തീയതികൾ വന്നാൽ മോഡൽ കോഡ് ഓഫ് കണ്ടന്റ് പ്രാബല്യത്തിൽ വരും. അതിനുശേഷമോ സർക്കാരിന് ഇത്തരം വിതരണം പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ്, അതായത് ഒക്ടോബർ ആദ്യ ആഴ്ചകളിൽ തന്നെ ഗഡു റിലീസ് ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. 2019 ഫെബ്രുവരിയിൽ ആരംഭിച്ച PM കിസാൻ പദ്ധതി രാജ്യത്തെ ചെറുകിട കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ്. വർഷം തോറും 6000 രൂപ ഇതിൽ ലഭിക്കുന്നു. ഓരോന്നും 2000 രൂപ വീതമുള്ള 3 ഗഡുക്കളായിട്ടാണ്. ഇതുവരെ 20 ഗഡുക്കൾ വിതരണം ചെയ്തു. ഇപ്പോൾ 21ാം ഗഡുവിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതികളിൽ ഒന്നാണ് ഈ PM കിസാൻ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്